ഞാൻ പറയുന്നത് നമ്മുടെ വാല്യുകൾ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. മറ്റൊരുതിൻ്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻ്റായി മാറരുത്. അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളത്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. LJP ഒക്കെ പോട്ടെ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിജോ എന്നുള്ളൊരു സംവിധായകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ വാക്ക് വിശ്വസിക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ വാല്യുകൾ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. ഇതൊരു മുത്തശ്ശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്. പക്ഷെ അതിൻ്റെ വേഗത 100% അപ്പം അത് നമ്മൾ ഇനീഷ്യൽ നമ്മൾ ഇൻ്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, അതിൻ്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായം വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഒരു പൊതു അഭിപ്രായമാണെന്ന തരത്തിലേക്ക് മാറുന്നതായിട്ട് തോന്നുന്നു. അത് അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്. നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻ്റായി മാറരുത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന മറ്റുള്ളവർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഫീലുണ്ട്. ചിത്രം കണ്ടപ്പം എനിക്ക് ബേസിക്കലി നല്ലോണം വർക്കായിരുന്ന സംഗതിയാണ്. രണ്ടാമത് ഇതെന്ന് പറയുന്നത് റിപ്പീറ്റ് വാച്ചില് ചിത്രം ഇച്ചിരിയും കൂടെ ആസ്വാദനം നൽകുമെന്ന് എനിക്ക് കണ്ടപ്പം പിന്നെ കാണുമ്പോൾ പിന്നെ ഒരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നിയിരുന്നു. ഇപ്പോഴും ലിജിച്ചേട്ടന്റെ മനസ്സിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് തന്നെയാണോ? ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളത്. അതായത് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള റിവ്യൂ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് എന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷർട്ടി തുന്നി നടക്കുകയോ കുറവ് സ്റ്റാർസ് ഒന്നുകൊണ്ട് അതൊക്കെ കൂട്ടി വെച്ച് എണ്ണ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. പിന്നെ അല്പം സെറ്റിൽഡായി കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സിനിമ സമീപിക്കുന്ന ആളുകൾ സിനിമ നന്നായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത്തരത്തിൽ അഭിപ്രായം പറയും. അതെങ്ങനെയാണ്? അല്ല, ഞാൻ പറയുന്നത് ഈ രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അതായത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു വരുത്തുന്നത് ആണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും. ഇതെല്ലാം വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഡിപ്പെൻഡൻ്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല.
അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് സിനിമ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ചിന്തകളും വേർത്തായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ട്രെയിലറിലൂടെ ആണെങ്കിലും ടീസറിലൂടെ ആണെങ്കിലും പടത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഓരോരുത്തരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാൾ പറയുകയാണ് ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങും എന്ന് പറയുന്നത്. അത് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് പറയാൻ കാണാൻ നമുക്ക് പറ്റില്ല. കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമാണ്. അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ്. എൻ്റെ കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിഷ്വൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് നിന്നെ പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് ഇതൊക്കെ നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോ പ്ലാൻസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത്. അതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൽ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ മറ്റൊരു ഇൻഡസ്ട്രി ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഹിറ്റ് ക്യാമ്പയിൻ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും പല സിനിമ പറയുന്നു. അത് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എങ്ങനെ ബാധിക്കുന്നത്? സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല, അതായത് മനുഷ്യരിൽ നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഇത്രയും വൈരാഗ്യത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹെയ്റ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമൂഹത്തിൽ. അതായത് ഞാൻ പറയുന്നു, ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ അല്ല നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്. അതായത് എത്ര പേരെ കൊന്നു കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഈ ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങുന്നു. എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക. അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ. എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ, പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ്. അതായത് ഇന്ത്യ വേൾഡ് എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളം എന്നുള്ള നിലയിൽ നമ്മൾ അത്രയും വലിയൊരു പ്രളയം കടന്നു പോകുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം മാത്രമാണല്ലോ. അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണവും കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണ് നമ്മൾ. എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. LJP ഫിലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഇന്നിപ്പം ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് ഒരു ഫാൻ ഫൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അത് മറ്റൊരുത്തിന്റെ വാക്ക് എന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മുടെ സിനിമ ആസ്വാദനത്തിന്? 10 സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ സിനിമ കാഴ്ചയിൽ എൻ്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം കൂട്ടിവെച്ച ഒരു സിനിമയാണ് 10ാമത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ എൻ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും മലയാളിക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാനല്ല, അത് തിയേറ്ററിൽ കാണുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 28 ദിവസം ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ. അല്ലെങ്കിൽ പിന്നെ അത് 10-20 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാൻ ഒരു അവസരം ഉണ്ടാവും. അപ്പൊ ഈ 28 ദിവസം നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് LJP ഒക്കെ പോട്ടെ, ലിജോ ജോസ് ശരി, ലിജോ എന്നുള്ളൊരു സംവിധായകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ വാക്ക് വിശ്വസിക്കണം. സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ.